ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. ഇവിടെ കാണാൻ ഭംഗിയുള്ള പെമ്പിള്ളേർ ഇവിടെ അടിച്ചു നടിച്ച് കുളിച്ച് വിളക്ക് വെക്കാൻ പാടില്ല. കുറെ നാടുകൾ ചുറ്റും നിൽക്കുക ക്യാമറയായിട്ട്. വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഒളി ക്യാമറ ഞാൻ കണ്ട്. ആ ദൈവമേ, പൂച്ച! അയ്യോ, നിങ്ങൾക്കറിയാമോ, ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള വീടാ ഞങ്ങളുടെ. മിക്കവാറും PSC പരീക്ഷയ്ക്ക് വരെ ഇത് പഠിക്കാൻ വരും. കാരണം എന്നാ, ഒരു ഒറ്റ എലിയില്ലാത്ത വീടുണ്ടെങ്കിൽ ഈ വീട് മാത്രമേ ഉള്ളൂ. എങ്ങനെ എലിയിട്ടാവും? വല്ല തിന്നാൻ വേണ്ടേ? എലി വന്നേച്ച് ഞങ്ങളെ തെറിയും പറഞ്ഞേച്ച് പോവും. അറിയാമോ, എനിക്കൊരു മോനുണ്ട്. 10 മാസം ചുമന്ന് ഞാൻ പെറ്റ എൻ്റെ മോൻ 5 ദിവസം പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാശ് കൊണ്ട് പിന്നെ 1 മാസത്തേക്ക് ചുമ്മാ തിന്നും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്. എന്തെല്ലാം കഷ്ടപ്പെട്ടാന്നറിയാമോ ഞാനിവിടെ വളർത്തിയത്. നിങ്ങൾ ഈ കാണുന്ന മാതിരിയൊന്നും അല്ല ഈ വീട്. പണ്ടിരുന്ന് വെച്ചിട്ട് ഭയങ്കര സാമ്പത്തിക ഭദ്രതയായിട്ട് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങള്. നിങ്ങൾക്കറിയാമോ, ആദ്യമൊക്കെ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരുന്നത് വിമ്മിട്ട് അതെനിക്ക് ഭയങ്കര വിമ്മിഷ്ടായിരുന്നേ. ഇപ്പൊ കത്തിച്ച കരി ചാരം, ഈ ചാരം കൊണ്ടാണ് ഞാനിവിടെ പാത്രം തേക്കുന്നത്. ഈ ചാരവും കരി ഉണ്ടാവണം എങ്ങനെയാണെന്ന് അറിയാമോ? അടുപ്പില് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കത്തി അതിന്റെ സംയുക്തങ്ങളിൽ എന്നൊക്കെ പറയണം. മീറ്റർ തെറ്റി ഇന്ന് ഇവിടെ കിടന്ന് എന്റെ ദൈവമേ, ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞാല് എന്റെ മോൻ ആരോഗ്യത്തിന്റെ കാര്യത്തില് ഭയങ്കര ശ്രദ്ധ. എന്നാ വ്യായാമം നോക്കിയേ. വ്യായാമം ചെയ്തല്ല, പിന്നെ ഈ പേസ്റ്റ് ഇച്ചിരി പേസ്റ്റ് കിട്ടുമെന്ന്. എടാ, പേസ്റ്റ് ഞെക്കുമ്പോ വന്നെങ്കിൽ പണിയെടുത്തുണ്ടാക്കി അതിനകത്ത് പേസ്റ്റ് മേടിച്ചു കൊണ്ടുവന്നിടണം. കഷ്ടാന്ന് ആലോചിച്ചല്ലേ. ഇവിടെ രാവിലെ എന്നാ കഴിക്കാൻ? പുട്ട്. പഴമുണ്ടോ? ആ, പഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നമ്മുടെ ആ പറമ്പിന്റെ വടക്കേ മൂലക്കെ ഒരു പാളയം കൂടെ വാഴ കൊലച്ച് പഴുത്ത് നിപ്പുണ്ട്. മുമ്പ് ആ വാക്കാത്തിരുത്തുണ്ട് പോയി വെട്ടിയേച്ചു. അത് നമ്മുടെ പറമ്പിൽ എവിടെയാ വാഴ? വാഴ എങ്ങനെ ഉണ്ടാവും? എടാ, തിന്നച്ച് വെറുതെ നടക്കരുത്, വല്ലതും വച്ചുണ്ടാക്കണം, എന്നാലും അതിനകത്ത് വാഴ ഉണ്ടാവുള്ളൂ. നൊമ്പരം സീരിയല് റീടെലികാസ്റ്റ് ആണോ? ദൈവമേ, അയ്യോ! കണ്ടോ, ഇത്രയും നേരം ഈ മനോഹരമായ സൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കേൾക്കാത്ത എന്നാന്നറിയാം, ഈ തള്ളയുടെ അലപ്പ് കാരണം ഇവന് സൂര്യൻ ഉദിക്കുമ്പോ ഇവർ എണീറ്റ് വരും. ഇങ്ങനെ കലപില എന്ന് പറയാൻ വേണ്ടി നാട്ടുകാരത് കേൾക്കണം. കഴിഞ്ഞ ദിവസം നിലാവിന് ഇച്ചിരി വെട്ടം കൂടിപ്പോയി. ഇവര് പാതിരാത്രി മുറ്റത്തിറങ്ങിയിട്ട് ചന്ദ്രനെ തന്തയ്ക്ക് വിളിക്കുക, ബ്രൈറ്റ്നസ് കുറയ്ക്കണ പട്ടി, ഞങ്ങൾക്ക് ഇവിടെ മാന്യം മര്യാദയ്ക്കും ജീവിക്കണ്ടേന്ന്. അത്രയ്ക്കും തള്ളയവര്. ഞങ്ങളുടെ വീടിന്റെ 6 കിലോമീറ്റർ ചുറ്റളവ് വേറെ വീടില്ല. കാര്യം എന്നാ, ഇവരുടെ ഒച്ച അലപ്പം കാര്യം അവർ വിറ്റിട്ട് പോയി. അമ്മാതിരി ഒച്ചയായി ഇവര്. സൂര്യൻ ഉദിക്കുമ്പോ മുമ്പേ ഇവരെണീക്കും, അലപ്പ് തുടങ്ങും. കഷ്ടപ്പെട്ട ഇവിടെ ബാക്കിയുള്ളവൻ ജീവിക്കണത്. ഞാൻ എന്നെ പൊട്ടിയെന്നൊക്കെ കറണ്ട് ഇല്ലാത്ത വീട്ടിലെ സീരിയല് കാണാൻ. അത് ഞാനേ നിങ്ങളോട് ചോദിക്കണം ഓർത്താ. കറണ്ട് ഇല്ലാത്തതിന്റെ കാര്യം എന്നാ? എടാ, കറണ്ട് കാശ് അടിച്ചില്ലെങ്കിൽ KCB-ക്കാർ വന്ന് പൂസൂരി കൊണ്ടുപോകും. അല്ലേ, കറണ്ട് കാശടക്കാനുള്ള പൈസ ഞാൻ നിങ്ങളെ തന്നതാണല്ലോ. അതെ. അതെന്തേത്? എന്റെ പൊന്നിടക്ക ഒന്നും പറയണം. അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല. കാശ് എവിടെയെന്ന് പറ. അതല്ലെന്ന്, ഞാൻ ഇന്നലെ കറണ്ട് കാശ് എടുക്കാനായിട്ട് കാശായിട്ട് ടൗണിൽ പോയതാ. അപ്പൊ നമ്മുടെ മിനിമോക്കടെ സുനിക്കുട്ടന്റെ അത്രയുള്ള ഒരു കൊച്ചു പയ്യൻ എന്റെ അടുത്ത് വന്നേച്ചു പറയാ, അമ്മൂമ്മേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായിരുന്നു. എന്റെ ചങ്ക് പൊളിഞ്ഞു പോയിട്ട് അങ്ങോട്ട് ചേച്ചേ. നേരെ അപ്പുറത്തെ മത്തായി മാപ്പിളയുടെ കടയിലേക്ക് കയറ്റിയിട്ട് 4 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ മേടിച്ചു. അവന്റെ വിശപ്പ് മാറിയോ? ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വിശപ്പ് എങ്ങനെ മാറാനാ? അവനെന്നെ മേടിച്ചു കൊടുത്തേ? അവനൊരു പാലും വെള്ളം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പാലും വെള്ളം? അവനല്ലേ പൊറോട്ട മേടിച്ചു കൊടുക്കേണ്ടത്? എടാ, 4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാണ്ട് കാലി വയറായിട്ട് നടക്കണ കൊച്ച. അതിന്റെ വയറ്റിലേക്ക് ഈ കട്ടി ആഹാരം ചെന്ന് കഴിഞ്ഞാലേ ദഹനക്കേടുണ്ടാവും. ഞാൻ തന്നെ അതിനെ കൊണ്ടു നടക്കണം. സത്യം പറഞ്ഞ മത്തായി മാപ്പിളയുടെ കടയിൽ കയറി മൂക്കമുട്ട തിന്ന് കണ്ടന്റിന് ഒരു ബലം കിട്ടാൻ വേണ്ടി ഒരു പയ്യനെ പിടിച്ചിട്ട് അല്ലാതെ ഇതാരെ ഈ ഗ്രൂമിങ്ങിന് പഠിപ്പിക്കാത്ത കരച്ചിൽ കരയാൻ പറഞ്ഞു? പറഞ്ഞതാ. കയ്യടെ കയ്യിൽ തൊളാൻ പറഞ്ഞു. എനിക്കറിയാം, എനിക്കൊരു ജോലിയും കൂലി ഇല്ലാത്തോണ്ടല്ലേ ഇവരെന്നെ പുറത്തേക്ക് കയറുന്നത്. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതിന്റെ കാര്യം എന്നാ നിങ്ങൾ നാട്ടുകാർ കേൾക്കണം. ഇവര് അങ്കണവാടിയിൽ ആയിട്ട് ഇവർക്ക് ജോലി ഉണ്ടായിരുന്നു. എന്റെ ജീവചേട്ടാ, ഇവർ അങ്കണവാടി ചെന്ന് കഴിഞ്ഞ് അതിന്റെ പേര് മാറ്റി.
അംഗത്തിന് പാടിയെന്ന അവിടെ വരുന്ന കൊച്ചു പിള്ളേരുടെ തള്ളമാരായിട്ട് എന്നും തെറിവിളിയും പോക്കപ്പണ വഴക്കും പിള്ളേരായിട്ട് കല്ലുകളി. കല്ലികളിയോ? അല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്ട്. എന്നാ? നിങ്ങൾ ഇന്നലെ പൂരത്തിന് വിട്ടപ്പോഴാ വന്നേ? ഞാൻ ഒരു 5:30, 6:45, 7 മണിയായി. അതിന് നിങ്ങളാണോ അമ്പലം അടച്ചത്? അതല്ലെന്നേ എടാ, ഞാൻ എന്റെ വെളുത്ത സെറ്റ് സാരി എടുത്ത ആനയുടെ ചോട്ടിക്കിടെ പൂരം കണ്ടുകൊണ്ട് നടക്കാം. എന്നിട്ടോ? അതിന്റെ ഇടയ്ക്ക് ആ മേളിൽ കയറിയിരുന്നവൻ എന്നെ എടുത്തുകൊണ്ട് മുകളിൽ പോയിട്ട് എന്റെ ഈ തലമുടിയുടെ ഇങ്ങനെ ഇട്ട് 2 ആട്ട് പെഞ്ചാമരാന്നും പറഞ്ഞു. ആ, പിന്നെ ഞാൻ കുറെ കറിയിട്ട് തല കറി കഴിഞ്ഞിട്ട് ഇവരോട് എന്തേലും കാര്യം പറഞ്ഞു ഇതുപോലത്തെ കള്ളക്കഥ പറയും. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ, നാവാടണുണ്ടോ നാവാടണുണ്ടോ, എന്റെ കെട്ടിയൻ ജീവിച്ചിരിപ്പുണ്ടാർത്തിക്ക് എനിക്കിത് കേൾക്കേണ്ടി വരില്ലാതെ. നിങ്ങളുടെ കെട്ടിയോ മരിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ കാരണല്ലേ പുള്ളി ഇപ്പൊ സബ് ജയിലിൽ കിടക്കണത്. അതാ അയാളുടെ കയ്യിലിരിപ്പ് കാരണം. കയ്യിലിരിപ്പ്? നിങ്ങളുടെ നാക്കിന്റെ ഗുണം. എന്നെ കുഴപ്പം. എന്റെ അച്ഛനൊരു 1-ാം തരം നാദസ്വര വിദ്വാന. ആ പുള്ളി പരിപാടിക്ക് പോവും, ഇവര് കാശ് കെട്ടെടുക്കും, അയൽക്കൂട്ടത്തിൽ കൊണ്ടു കൊടുക്കും. പരിപാടിക്ക് പോവും, കാശ് കെട്ടെടുക്കും, അയൽക്കൂട്ടത്തിൽ കൊണ്ടു കൊടുക്കും. ഈ പുള്ളി ഗതി കെട്ടി കാശ് മൊട്ടം നാദസ്വരത്തിന്റെ കുഴൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചു. ഇവര് അയൽക്കൂട്ടത്തിൽ ചെന്ന് പറഞ്ഞു എന്റെ ഭർത്താവിന് കുഴൽപ്പണത്തിന്റെ ഇടപാടാണെന്ന്. സത്യം പറയാലോ, 24 പോയി പറയുവാണെങ്കിൽ 10 പേര് സബ് ജയിലിൽ കിടക്കുക. ഇവരൊറ്റ എന്നിട്ട് അവരിവിടെ ഇരുന്ന് കഥ മൊത്തം പറഞ്ഞു. സത്യം പറഞ്ഞോണ്ടല്ലോ, രാത്രി കിടന്ന് എനിക്ക് ഈ വീടിന്റെ മേളിട്ട് നോക്കുമ്പോ അതിലൂടെ പാറ്റ പോവും. എനിക്ക് പേടിയാ. അതിന്റെ വെയിറ്റ് കാരണം ഈ സാമാനിടിങ്ങി തലേ വീണാലോ. അത്ര കഷ്ടപ്പെട്ട വാക്കുള്ളവരോട് ജീവിക്കണത്. നിന്നെയൊക്കെ തല പെറ്റിട്ട് കഴിഞ്ഞപ്പോഴല്ലോ, നിന്റെ തലവെട്ടം കണ്ടു കഴിഞ്ഞപ്പോ കെട്ടി തൂങ്ങി ചാവാൻ നോക്കിയതോ ഞാൻ. എന്തിയതല്ലേ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവാത്തെ? അന്തരീക്ഷത്തിൽ കയറി കെട്ടിക്കഴിഞ്ഞാൽ ചാവാൻ പറ്റൂലേ? ഈ പുല്ല് പൊക്കത്തിക്കായിരുന്നു പട്ടി. കാര്യം എന്നൊക്കെ പറഞ്ഞാലും തങ്കപ്പെട്ടൊരു മനസ്സാ. നാട്ടുകാരെ തുണി പൊക്കി കാണിക്കും, തെറി പറയുമെന്നൊക്കെ ഉള്ളു. എനിക്കിവര് വലിയ കാര്യ. പെൻഷൻ കണ്ടാടണ്ട കണ്ണഞ്ചേമ്പേ. നിനക്കറിയാവോ, ഓണവും വിഷു മന്നമാരെ ഇവന് തള്ളയുടെ സ്നേഹം തന്നെ. ഒന്ന് പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ വരുമ്പോ, പിന്നെ കുടുംബശ്രീയിലെ ലോൺ പാസ്സാവുമ്പോ. ഇവരെ സ്നേഹിക്കാനും കൊള്ളത്തില്ല. ഇതാണ് ഇവരുടെ കയ്യിൽ. ഞാൻ പറയാനോ തന്നെ കട്ടപ്പനന്ന് മാമൻ വിളിക്കണം. എന്നാടാ നോക്കിയടാ. ഹലോ, എടാ ഗോങ്കാവ്, എടാ ഗോങ്കാവ്. റേഞ്ചില്ലേ? റേഞ്ച് ഇല്ലാത്തല്ല, നിന്റെ പേര് പറയാൻ എനിക്ക് കിട്ടണില്ല. ഗ്ലാഡ്വിൻ ആന്റണി. എടാ ഗ്ലാഡ്വിൻ ആന്റണി, നമ്മുടെ കുട്ടിച്ചായ മരിച്ചു പോയടാ. ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കാം. എന്നാ മോനെ, എന്നാ? ഹലോ ചേച്ചിയെ, നമ്മുടെ കുട്ടിച്ചായ മരിച്ചുപോയി. അയ്യോ ദൈവമേ, ഇത് ഞാനങ്ങനെ സഹിക്കുവേ. അയ്യോ 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 അയ്യോ, ഇതൊന്ന് പിടിച്ചടാ. ഹലോ മാമ. അമ്മ ബോധം കെട്ടി വീണ്. അയ്യോ, ബോധം കെട്ടി വീണെങ്കിൽ നിങ്ങൾ വരണ്ട മക്കളെ. അല്ല, മരണം കാണാണ്ടിരുന്ന എങ്ങനെയാ? അതിപ്പോ അമ്മനെ വന്ന് കുട്ടിച്ചായന്റെ കടപ്പ് വേണ്ട നീയും ചേച്ചിയും സഹിക്കുകയല്ല. അപ്പൊ വരണ്ടേ? വരണ്ട. സുരേഷിന്റെ വെള്ളിമൂങ്ങ ഒന്ന് വിളിക്കാലോ. നീ പോയിട്ട് 100 കിളിമീൻ മേടിച്ചോണ്ടേ. കുട്ടിച്ചായ മരിച്ചതോ? അതിന് 90-98 വയസ്സുള്ള അതിനെ എപ്പോ വേണേലും മരിക്കാം. കിളിമീൻ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് പോക്കെ പോണ അഭിനയം കഴിച്ചെന്തിനാ? അല്ലെങ്കിൽ പിന്നെ കെട്ടും കട എടുത്തുകൊണ്ട് ആ മല കയറേണ്ടി വരുന്നത്. എനിക്ക് നേരമില്ല അതിന്. മീൻ മേടിക്കുമ്പോ ഒരു കാര്യം നോക്കണം, നല്ല കണ്ണുള്ളത് നോക്കി മേടിക്കണം. അതിന് ഇവിടെ നേത്ര ചികിത്സിക്കാൻ ഉണ്ടോ? നേത്ര ചികിത്സ നീ അമ്മേനെ കളിയാക്കാണ്ട് നീ കാര്യം നോക്കി.